ഉത്തരേന്ത്യയിലും മഴക്കെടുതി രൂക്ഷമാണ്. ഡൽഹിയിൽ ഓറഞ്ച് അലർട്ട് തുടരുന്നു. ജമ്മുകശ്മീർ, പഞ്ചാബ്, ഹിമാചൽ, ആന്ധ്രാപ്രദേശ്, ബംഗാൾ എന്നിവിടങ്ങളിൽ മഴ ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ജമ്മുകശ്മീരിലെ വൈഷ്ണോദേവി ക്ഷേത്രത്തിന് സമീപമുണ്ടായ മണ്ണിടിച്ചിലിൽ മരണം 34 വിനീത വി ജി വിവരങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിനീത, ഗുഡ് മോർണിംഗ്. ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ എവിടെയൊക്കെയാണ് മഴക്കെടുതി രൂക്ഷം? എന്തൊക്കെയാണ് വിവരങ്ങൾ വിനീത? വെരി ഗുഡ് മോർണിംഗ് ഉന്മേഷ്. പഞ്ചാബ്, അതോടൊപ്പം തന്നെ ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശ്, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലൊക്കെ ഇന്ന് അതിശക്തമായിട്ടുള്ള മഴയുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. അടുത്ത 40 മണിക്കൂറുകളിൽ ശക്തമായിട്ടുള്ള മഴയും ഒപ്പം തന്നെ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഏറ്റവും ഒടുവിലായി പുറപ്പെടുവിച്ചിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് പറയുന്നത്. ഡൽഹിയിൽ ഓറഞ്ച് അലേർട്ടാണ്. ആ ഓറഞ്ച് അലേർട്ട് തുടരുകയാണ്. ഇന്നലെ രാത്രിയൊക്കെ ചില മേഖലകളിലൊക്കെ ചെറിയ മഴയുണ്ടായിരുന്നു ഡൽഹിയിൽ. എന്നാൽ ഇപ്പോൾ പൊതുവെ ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷം തന്നെയാണുള്ളത്. ഇന്നും മഴ ഡൽഹിയിലും പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ജമ്മു കാശ്മീരിലെ വൈഷ്ണോദേവി ക്ഷേത്രത്തിന് സമീപമുണ്ടായ മണ്ണിടിച്ചിലിൽ മരണം 34 ആയിരിക്കുന്നു. ആ മേഖലകളിൽ ഇപ്പോഴും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും രക്ഷാപ്രവർത്തനങ്ങളും തെരച്ചിലും ഒക്കെ തന്നെ പുരോഗമിക്കുന്നു എന്നാണ് ജില്ലാ ഭരണകൂടമൊക്കെ തന്നെ അവിടെ നിന്ന് അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയൊക്കെ ആ മേഖലകൾ സന്ദർശിക്കുകയും ഒപ്പം തന്നെ അടിയന്തര ധനസഹായം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഈ മരിച്ചു പോയവരുടെ കുടുംബങ്ങൾക്ക് 4 ലക്ഷം രൂപ ധനസഹായമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരൊക്കെ ആ ക്ഷേത്ര ദർശനത്തിന് മറ്റുമായി എത്തിയവരുണ്ട്. അതിൽ മരിച്ചുപോയിട്ടുള്ള ആളുകളുണ്ട്. അവരുടെ മൃതദേഹങ്ങൾ അവരുടെ സ്വദേശങ്ങളിലേക്ക് അയക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ടുണ്ട് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അവർക്ക് 5 ലക്ഷം രൂപ വീതം അവരുടെ ബന്ധുക്കൾക്ക് നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ താഴ്ന്ന മേഖലകളിലൊക്കെ വലിയ രീതിയിൽ വെള്ളം കയറിയിരുന്നു. അവിടെ നിന്നൊക്കെ വെള്ളം ഇറങ്ങി തുടങ്ങി എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. ഒപ്പം നിരവധി വീടുകളും പാലങ്ങളും ഒക്കെ നശിച്ചുപോയൊരു അവസ്ഥയുണ്ട്. പഞ്ചാബിലും ഈ ഫിറോസ്പൂരിലൊപ്പം തന്നെ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഇടങ്ങളിലൊക്കെ അതിശക്തമായിട്ടുള്ള മഴയുണ്ടായിരുന്നു. അവിടെ ആ മേഖലകളിലാണ് വലിയ രീതിയിൽ വെള്ളക്കെട്ടടക്കം രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പല വീടുകളുമൊക്കെ ഭാഗികമായി തകർന്നു പോയിരുന്നു. നിരവധി ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും മറ്റ് സുരക്ഷിതയിടങ്ങളിലേക്കും ഒക്കെ തന്നെ മാറ്റിയിട്ടുണ്ട്. ഇന്നും ഈ മേഖലകളിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ഉന്മേഷ്. ശരി, വിനീത വി ജിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.